വൈഭവ് സൂര്യവംശി എന്ന കുഞ്ഞു ചെക്കൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയ രണ്ട് ടീമുകൾ തമ്മിലാണ് ഇന്നത്തെ പോരാട്ടം. ആർ സി ബിയും എം ഐയും തമ്മിൽ. ഈ ടീമുകളെ എങ്ങനെ വിശേഷിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഇപ്പോൾ റിയാലിറ്റി അതാണെന്നേ. പയ്യൻ ആരെന്നൊന്നുമില്ല, എല്ലാവരെയും കയറി അങ്ങ് മേയുകയാണ്. ഏതായാലും ഇന്നത്തെ കളി ആര് ജയിക്കും? എൻ്റെ പൊന്നോ വേണ്ട, നീ ഏത് ടീം ജയിക്കുമെന്ന് പറഞ്ഞോ ആ ടീം തോൽക്കും. ഞങ്ങളുടെ ടീമിൻ്റെ പേരൊന്നും പറയല്ലേ എന്നാണിപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെ. പക്ഷേ ഇതൊക്കെ അല്ലടോ കളി ആവേശം. അപ്പോൾ ഇന്നത്തെ കളി ആര് ജയിക്കും? പ്രഡിക്ഷന് പോകുന്നതിന് മുമ്പ് രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് ഒന്ന് നോക്കുകയാണ്. വിൽ ജാക്സ് ഇതുവരെ എം ഐ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. മിച്ചൽ സാൻഡർ കഴിഞ്ഞ കളി അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറി കാരണം കളിച്ചിരുന്നില്ല. അദ്ദേഹം ഇന്ന് കളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ല ഗസൻഫർക്ക് പകരം മിച്ചൽ സാൻഡർ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലേയിങ് 11ലേക്ക് എത്തും. പ്ലേയിങ് 12 ആണിപ്പോൾ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് പ്രോബിൾ 12 എങ്ങനെയാണെന്ന്. റയാൻ റിക്കിൾട്ടൺ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, നമാൻ ദിർ, ഷർഫൻ റുദർഫോർഡ്, മിച്ചൽ സാൻഡർ, ഷാർദുൽ താക്കൂർ, ദീപക് ചാഹർ, ദെൻ ട്രെൻ ബോൾട്ട് ഓർ കോർബിൻ ബോഷ്, ദെൻ നമ്പർ 12 ജസ്പ്രീത് ബുംറ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മുംബൈയുടെ ഒരു പ്രോബബിൾസ് എങ്കിൽ. ആർ സി ബിയുടെ ഭാഗത്ത് അഭിനന്ദൻ സിംഗ് അത്ര മികച്ച പ്രകടനമല്ല നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ 3 ഓവറിൽ 54 റൺസ് കൊടുത്തു. അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ റഷീഖ് സലാമോ അല്ലെങ്കിൽ മങ്കേഷ് യാദവോ പ്ലേയിങ് 12ലേക്ക് വന്നേക്കും. അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ എന്ന് പറയുന്നത് ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി, ദേവദത്ത് പട്ടിക്കൽ, രജത് പട്ടിദാർ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ദെൻ അഭിനന്ദൻ സിംഗ് ഓർ മങ്കേഷ് യാദവ്, ദെൻ ജോഷ് ഹേസൽവുഡ്, സുയാഷ് ശർമ്മ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര് ജയിക്കും പറയാൻ അത്ര എളുപ്പമുള്ളൊരു പ്രഡിക്ഷനല്ല. എങ്കിലും റാഫ് ടോക്സിൻ്റെ പ്രഡിക്ഷൻ RCB ജയിക്കുമെന്നാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.